friends, welcome to I Choose New World. ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ഡെസേർട്ടിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ജെല്ലി കസ്റ്റാർഡാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ജെല്ലി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ട്രോബെറിയുടെ ഫ്ലേവറിലുള്ള വാട്ടർ ജെല്ലി മിക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ജെല്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. 3 ടേബിൾ സ്പൂൺ ജെല്ലി പൗഡറിന് ഇപ്പോൾ ഞാൻ 1 കപ്പ് ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കട്ടൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്ന ഗ്ലാസോ ബൗളോ എടുത്തിട്ട് അതിലേക്ക് അതിൻ്റെ 1/4 ഭാഗത്തോളം നമുക്ക് ഈ ജെല്ലി മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് വിട്ടതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കസ്റ്റാർഡ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. വാനിലയുടെ ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പാലിൽ നിന്ന് 1/2 കപ്പ് പാൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടുള്ള പാലിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ചൂടുള്ള പാലിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്താൽ അത് നന്നായിട്ട് കട്ട കെട്ടും. അതിനാണ് നമ്മൾ പാല് ചൂടാക്കുന്നതിന്റെ മുന്നേ തന്നെ അതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നത്. കട്ടൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടൊന്നുമില്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഈ പാലൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ്. ഇപ്പോൾ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്ത് വെച്ചത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് കട്ടിയായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇതൊന്ന് കുറുകിയിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിന്റെ ചൂടൊന്ന് പോവാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പൊ ചൂടൊന്ന് വിട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെച്ചതിനേക്കാളും കുറച്ചും കൂടി കട്ടിയായിട്ടുണ്ടാവും. അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് സ്മൂത്ത് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ആപ്പിളും 1 പഴവും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ജെല്ലി സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്ലാസ് എടുക്കാം. ഇപ്പൊ ജെല്ലി നന്നായി സെറ്റ് ആയിട്ടുണ്ട് ഗ്ലാസ്സിൽ. ഇനി ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ 2 ഗ്ലാസ്സിൽ ഞാൻ കസ്റ്റാർഡ് വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ നമുക്ക് ജെല്ലി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്യാം. ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് ഓരോ ചെറിയും വെച്ച് കൊടുക്കാം. ഗാർണിഷിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കാം. അപ്പൊ നമ്മുടെ ജെല്ലി കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.